ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ആദ്യം കുറച്ച് ആളുകളാണ് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി. അപ്പോൾ തന്നെ സിംഗിൾ ബെഞ്ച്. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചും ഒരു വിധത്തിലുള്ളൊരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയത് പരാതി കൊടുത്തിട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. അസംബ്ലിയിൽ പറഞ്ഞു. അസംബ്ലിയിൽ ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊള്ളാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ഞാനാണ് പറഞ്ഞത്. വിജിലൻസ് അന്വേഷണം നടത്തി. അപ്പോൾ ഈ പദ്ധതിയുടെ ട്രാൻസ്പെറൻസി എന്താണ്, എത്ര സുതാര്യമായിട്ടാണ് ഈ പദ്ധതി നടത്തിയതെന്ന് തിരിച്ചറിയൊരു മോഡലാണ്. ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഞാനാണ്. എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് തള്ളി, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നുമില്ല എന്ന് പറയുന്നത്. നാലാമത്തെ പ്രാവശ്യം വീണ്ടും ഒരാളുടെ നിന്ന് പരാതി മേടിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇത് അന്വേഷണം. അപ്പോഴും എനിക്കൊരു വിരോധമില്ല. ഞാൻ എല്ലാ റെക്കോർഡ്സും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു. എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. രണ്ട് കാര്യമാണ് ഇവർ പറഞ്ഞത്. ഒന്ന്, FCRI അക്കൗണ്ട് വയലേഷൻ ഉണ്ടെന്ന്. FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ്റെ. FCRI അക്കൗണ്ട് നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരെല്ലാ വർഷവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിയാണ്. എല്ലാ വർഷവും അത് നോക്കിയിട്ടേ റിന്യൂ ചെയ്യുള്ളൂ. മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഈ FCRI അക്കൗണ്ട് കൃത്യവും വ്യക്തവുമാണ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അത് റിവ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു FCRI വയലേഷനും ഇല്ല. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധി വരിക. ഇത് തന്നെ രണ്ടും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. കാരണം ഒരു തരത്തിലും പണം ദുരുപയോഗം ചെയ്തിട്ടില്ല. ഒരു അക്കൗണ്ട് പോലും ഇല്ല. ഇതിനൊരു അക്കൗണ്ട് പോലും ഇല്ല. ഇത് നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി അറിയേണ്ട പദ്ധതിയാണ്. ഞങ്ങൾ ബെനഫിഷ്യറിയെ കണ്ടുപിടിച്ചു. ആർക്കാണിത് കൊടുക്കേണ്ടത്? പലതുണ്ട്. വീടുണ്ട്, തയ്യൽ മെഷീനുണ്ട്, പല തരത്തിലുള്ള സംഭവമുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു ഡോണറെ കണ്ടുപിടിക്കും. ആ ഡോണർ ഈ ബെനഫിഷ്യറിക്ക്, ഗുണഭോക്താവിന് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഈ പദ്ധതി. ഞങ്ങൾ ഫെസിലിറ്റേറ്ററാണ് പുനർജനി. ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലും ഇല്ല, ഫണ്ട് ഒരാളിൽ നിന്നും പൈസ മേടിച്ചിട്ടില്ല. ഈ FCRI അക്കൗണ്ടിലാണ്ട് 20 ലക്ഷത്തോളം രൂപ വന്നു. അവർ അതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മണപ്പാട് ഫൗണ്ടേഷൻ അവിടെ ഈ അക്കൗണ്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ പൈസ, സത്യത്തിൽ ഞാൻ മണപ്പാട് ഫൗണ്ടേഷൻ കടക്കാരനാണ്, തന്നപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ ഞങ്ങളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ചെക്ക് മാത്രം പോരാ, അക്കൗണ്ടിലേക്ക് ആർക്കാണ് ചെക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി വേണമെന്ന്. കാരണം ഞാൻ പറ്റിച്ചാലോ, കുറേ പൈസ മേടിച്ചിട്ട് വല്ലവരുടെ പേരിൽ ചെക്ക് ചെയ്ത് മേടിച്ചാലോ, ഞാൻ ആരോപണം വന്നാലോ. അപ്പോൾ ഈ പൈസ കിട്ടിയ ആളുകളുടെ ID കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റും ഈ ചെക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റും എല്ലാം, പിന്നെ FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നവർ കാണിക്കേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ പാലിച്ചിട്ടാണ് ഇത്. ഇതെല്ലാം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് എപ്പോഴും എടുത്ത് വീശുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കെതിരെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. ഒന്നുമില്ല. 2 പ്രാവശ്യം 2 വിജിലൻസിൻ്റെ റിപ്പോർട്ടും പോയി. അഴിമതി നിരോധന നിയമവും ഇത് ബാധകമല്ല, ഇത് FCRI അക്കൗണ്ട് വയലേഷൻ ഇല്ലയെന്നും പറഞ്ഞ് പോയി. എന്നിട്ട് ആദ്യം കൊടുത്ത അതിനൊരു അടിസ്ഥാനമില്ലെന്നാണ് ലീഗൽ ഒപ്പീനിയനും മേടിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആ സാധനം എടുത്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന സാധനം നമുക്കറിയാമല്ലോ. ഞാനല്ല ഇന്നലെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. ഇനിയും ഞാൻ പറയുകയാണ്, ഇനി എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചൊന്നേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. മാർച്ച് 1-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ. എന്നാണ് ഈ സാധനം വന്നത്? ഇന്നലെ ജനുവരി 4-ാം തീയതി. എന്നിട്ട് എങ്ങനെയാണത് അവസാനിച്ചത്? നിങ്ങൾ തന്നെ എങ്ങനെയാണത് അവസാനിപ്പിച്ചത്? എല്ലാ മാധ്യമങ്ങളോടും നന്ദി പറയുന്നു. നിങ്ങളതിൻ്റെ വാസ്തവം പുറത്തു കൊണ്ടുവന്നു. ഞാനല്ല വാസ്തവം പുറത്തു കൊണ്ടുവന്നു, നിങ്ങളാണ്. എല്ലാവരും ഒരുപോലെ വാസ്തവം പുറത്തു കൊണ്ടു. സന്തോഷമുണ്ട്.